കാര്യം ചോദിച്ചോട്ടെ? സഖാവിന് പാർട്ടിയിലെ ശത്രുക്കളുണ്ടോ? ഒരാളൊരു യഥാർത്ഥ സഖാവാകുന്നത് എപ്പോഴാന്ന് ദാസൻ അറിയൂ. അയാൾ അയാളുടെ ജീവിതത്തെക്കാൾ ഉപരി മറ്റൊരുവന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, സഹായിക്കുമ്പോഴാണ്. അത്തരം സഖാക്കളെ ചേർന്നതാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആരിൽ നിന്നും. മാർക്ക് ചെയ്തിരിക്കുന്ന തേർഡ് ലൈൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സർ. അയ്യപ്പദാസ്. യെസ് സർ. ദ റീസൺ വൈ ഐ വാണ്ട് ടു സേ ഈസ്, നമുക്കൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഫ്രം ഇൻ്റലിജൻസ്. അതായത് മുകുന്ദൻ സാറിന് നേരെ ചിലപ്പം എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. ഇവിടെ സെൻട്രൽ പ്രസിഡന്റിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് 4 പേർ ഇറങ്ങിയിട്ടുണ്ട്. അതർ ദാൻ ദസ്, സം അതർ ഗ്രൂപ്പ്സ് ആർ ഓൾസോ ടാർഗറ്റിംഗ് മിസ്റ്റർ മുകുന്ദൻ. നീ ഗൺമാൻ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മുമ്പ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചിനാ. അപ്പോ നീ ഈ ജോലി വലിയ താല്പര്യത്തോടെ അല്ല ചെയ്യുന്നതെന്നാണ് അർത്ഥം. എന്താ ശരിയാ? ഇതൊന്നും പിള്ളേർ കളിയല്ലോ. ഇലക്ഷൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അയാൾക്ക് നേരെ ഇനിയൊരു അറ്റാക്ക് ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? ഈൻ്റെ ഒരു ഗുരുതരാവസ്ഥ കുഞ്ഞു മോനെ എനിക്ക് മനസ്സിലാവിട്ടാന്ന്. സാറ് പറഞ്ഞ എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ, ട്രെയിൻഡ് ആയ മറ്റൊരു ഗൺമാൻ തനിക്ക് പകരം വന്നേക്കാം. റൈറ്റ്? ഞങ്ങൾ ഇതിനെപ്പറ്റി മുകുന്ദൻ സാറിനോട് സംസാരിച്ചിരുന്നു. ബട്ട് ഹീ ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. തനിക്ക് സമ്മതമാണെങ്കിൽ മാറാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. തിരിച്ച് നീ ക്യാമ്പിലേക്ക് പോകണമെന്നില്ല. സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് മാറാൻ പറ്റും. അതെല്ലാം പരിഗണിക്കാവുന്ന വിഷയമാണ്. എന്താന്ന്? ഓക്കെ, താനൊന്ന് ആലോചിക്കുക. സി, യു ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് ദിസ് മീറ്റിംഗ് വിത്ത് എനിവൺ. കോൺഫിഡൻഷ്യലായി വെച്ചാൽ മതി. യു മേ ഗോ. സർ. എടോ, പൂർണ്ണമായും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കുറപ്പുള്ള കാര്യങ്ങൾക്കേ ഇറങ്ങാവൂ. അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എല്ലാ തരത്തിലും. എനിക്ക് തിരിയുന്നുണ്ടാ? വയ്ക്കോ. SP വന്നതാ ശരി.
നീ എത്രയും പെട്ടെന്ന് പോയിക്കോ. ഈടെ എല്ലാവർക്കും പെരാന്ത. അത് തന്നെ ഭയ അവർക്കും വേണ്ടത്. ഞാൻ പോകണം. പകരം അയാൾ സെറ്റ് ചെയ്ത ആൾ വരും. പിന്നല്ല എളുപ്പമല്ലേ. അതുകൊണ്ട് അവരെന്തെങ്കിലും ആയിക്കോട്ടെ. ഗോപിനാഥനെ പോലെ ഒരാള് രഘുസഖാവിനും കൊണ്ട് മുകുന്ദനെ തീർക്കാൻ നോക്കുമ്പോ നീ അവർക്കൊരു തടസ്സമാണോ? 10-35 കൊല്ലം ഒരുമിച്ച് കഴിഞ്ഞ ആൾക്കാരാ. ഈ രഘുവിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ആളാക്കിയത് മുകുന്ദനാ. ഒരു കാലത്ത് വലം കയ്യേനു. പറഞ്ഞിട്ടെന്താ കാര്യം? എന്തെന്നാന്ന് വിഭാഗീയത. കഷ്ടം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നിനക്ക് ഒറ്റക്ക് പോകാൻ പേടിണ്ടാ? ഏയ്, സൂക്ഷിക്കണം. മുകുന്ദന്റെ ശത്രുക്കൾ മുഴുവൻ നിന്റെ പിന്നാലെ ഉണ്ട്. ശരിക്കുള്ള ഐറ്റത്തിനൊക്കെ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്തായടോ? സ്റ്റേഡിയത്തിനടുത്ത് തുടങ്ങിയിട്ട് ലൈബ്രറി വഴി കറക്കി ശരിക്കും ഒന്ന് ഓടിച്ചു. സ്റ്റാൻഡ് വരെ. ഓ നന്നായി പേടിച്ചിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോ ഞാൻ അവനെ കാണാനുള്ള സമയമായി. ഗൺമാൻ അയ്യപ്പദാസ്. കോളനിയിലെ ബാക്കി കിണറ്റിലും ഇതാണ് അവസ്ഥ. കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കിണറ്റിൽ മുടി കൊണ്ടേ ഇടുക. ഇനി കിണർ തേവാണ്ട് ആ വെള്ളമൊന്നും കൊള്ളൂല. പാവങ്ങൾ. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല സഖാവേ. നമ്മളെ പശുക്കളെല്ലാവരും കൊന്നു. നമ്മളെ കുട്ടികളെ വണ്ടിയിലായിട്ട് തകർത്തു. ഇതിപ്പോ കുറെ ആയി ഈറ്റുകൾ ഇങ്ങനെ. എന്ത് ചെയ്യാൻ പറ്റും സഖാവേ? ഇതെല്ലാം ഞങ്ങൾ ശരിയായിക്കോളാം, പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളെല്ലാരും ഇങ്ങനെ കരയിപ്പിച്ചിട്ട് തിരിച്ചടിക്കാണ്ട് നിൽക്കരുത് സഖാവേ. തന്ന കണക്ക് നമ്മൾ തീർത്തിരിക്കും, പലിശ അടക്കം. സങ്കടപ്പെടണ്ട, ഇതെന്റെ വാക്കാണ്. ഹലോ. കണ്ണൂരിൽ KGP പ്രവർത്തകന് വെട്ടേറ്റു. പാനൂരിൽ പാറക്കണ്ടി രജീഷിനാണ് വെട്ടേറ്റത്. നില ഗുരുതരമായതിനെ തുടർന്ന് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പാനൂരിൽ RPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടന്നിരുന്നു. അക്രമങ്ങൾക്ക് പിന്നിൽ KGP ആണെന്നാണ് RPIM ആരോപിക്കുന്നത്. എന്നാൽ RPIM കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കുകയാണെന്ന് KGPയും ആരോപിക്കുന്നു. RPIM നേതാവ് പന്നിന്നൂർ മുകുന്ദന് നേരെ ആക്രമണം ഉണ്ടായതിനു ശേഷം പാനൂരിൽ ഇരു വിഭാഗങ്ങളും നിരന്തരം ഏറ്റുമുട്ടുകയാണ്. വിനു, പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കളക്ടർ നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ധാരണയിൽ ഇരു കൂട്ടർക്കും പിരിയാവുന്നതാണ്. കളക്ടറെ, ഇത് എത്രാമത്തെ തവണയാ കൈ കൊടുത്ത് പിരിയുന്നു? ഈ സർവകക്ഷി യോഗം എന്ന പ്രഹസനം തുടങ്ങിയിട്ട് കുറേ കാലമായി. നഷ്ടം സാധാരണ ജനങ്ങൾക്കാണ്.
അതുകൊണ്ട് പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകൾ ഇനി പരസ്പരം കൊടുക്കണ്ട. ഞങ്ങൾ മാത്രം ഉറപ്പ് കൊടുത്തതിനെ കൊണ്ട് കാര്യമായില്ലല്ലോ. പക്ഷെ ഞങ്ങളൊരു ഉറപ്പ് കൊടുത്താൽ അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി ഇത് തുടരാനാണെങ്കിൽ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. പേടിപ്പിക്കണ്ട, അത് തന്നെ അങ്ങോട്ടും പറയാനുള്ളത്. ഗോപിനാഥ സഖാവ് പറന്നു വരുന്നുണ്ട്. ദാസ് കുറച്ച് ഫ്രീ ആയിക്കോ, എനിക്ക് കുറച്ച് പാർട്ടി തല ചർച്ചകളുണ്ട്.